നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. നുണ പറയത്തൊന്നുമില്ല. ഓ, എന്തോത്തിനാ നുണ പറയുന്നേ? നുണ പാടത്തേ ഉള്ളൂ. ആദ്യത്തെ നുണ, അങ്ങേക്കാൾ ഉറക്കെ പാടാവുന്ന വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. കർത്താവിനേക്കാൾ വേറെ ഒന്നിനെ നിങ്ങൾ സ്നേഹിക്കാറില്ലേ? നമ്മൾ ആദ്യം സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെ. താങ്ക് യു, വെരി ഗുഡ്, എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞേ ഉള്ളൂ അങ്കിളുമാരെ നിങ്ങൾ കേട്ടോ, ഭർത്താക്കന്മാരെ. ചുമ്മാതാ എന്റെ പ്രോണനേക്കാൾ എന്റെ അച്ചാച്ചനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വെറുതെയാ, ചുമ്മാതാ. ആദ്യം ഇഷ്ടം ആരെയാ? അല്ലേ? സത്യമല്ലേ? എനിക്ക് ആദ്യം ഇഷ്ടം എന്നെയാ. രണ്ടാമതോ? പറ. ഭർത്താവ്, മക്കള്. കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കത്തില്ലെന്ന് നമ്മൾ പാടരുത്. നമ്മൾ ഏറ്റവും അവസാന കർത്താവ്. അത് കഴിഞ്ഞ് എന്തുവാ? ജോലി. എങ്ങനെ അറിയുന്ന കർത്താവിനേക്കാൾ അധികം ഇതിനെ ഒന്നും സ്നേഹിക്കുന്നില്ലെന്ന്? ആ വിഷയത്തെ തൊടുമ്പോ അറിയാം സ്നേഹം ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ ഭർത്താവും ഇല്ല, മക്കളെക്കാൾ സ്നേഹം ജോലിയോടാ. എങ്ങനെ അറിയാം? ജോലി പോയാലും കർത്താവ് ചോദിക്കും, മോനെ ജോലി വിട്ട് എന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ജോലി വിടുവോ? അയ്യോ കർത്താവ്, UK വന്നതേ പണിയെടുക്കാനാ. ജോലിയൊന്നും വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കർത്താവ് ചിലത് പിരിഞ്ഞിറങ്ങാൻ പറഞ്ഞ, ഇഫ് ഗാഡ് ഈസ് ആസ്കിങ് യു ടു ലീവ് എവറിത്തിങ് ആൻഡ് ഡു ഹിസ് മിനിസ്ട്രി, ഇഫ് യു ആർ ഏബിൾ ടു, പൂർണ്ണ മനസ്സോടെ അത് വിട്ടുകൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിന്റെ അർത്ഥം നീ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. അടുത്ത പാട്ട് എന്താണെന്നറിയോ? കഷ്ടത വരുമ്പോൾ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം വിധിച്ചാൽ പരിഹാരം എനിക്കായി. അടുത്ത ലൈൻ വലിയ നുണയാ, ബെഡായി നുണയാ. പറ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ ഒറ്റ ക്വസ്റ്റ്യൻ, നിങ്ങളാരും ചോദിക്കാത്തവരാണോ? പ്രശ്നം തുടങ്ങുന്ന അന്നേ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ എനിക്കിങ്ങനെ വന്നത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നു? അല്ലേ? നുണയല്ലേ? അല്ലേ? അതാ പറഞ്ഞേ നമ്മളൊക്കെ നുണയന്മാരാന്ന്. പിന്നെ നീ മാത്രം മതി. പാട്. നീ മാത്രം മതി. എനിക്ക് എന്റെ അപ്പ അറിയാം ഓരോന്നിനെ അങ്ങോട്ട് കർത്താവ് ഒന്ന് തൊട്ട് കാണിക്കണം. കർത്താവ് ചോദിക്കുക, ഭർത്താവ് IC കിടക്കുമ്പോൾ നിനക്കിത് പാടാൻ പറ്റുമോ? മക്കളെ ഓരോന്നിനെ പിടിച്ചാൽ നിനക്കിത് പാടാൻ പറ്റുമോ? നമ്മൾ എല്ലാ പാട്ടും പാടാൻ പറ്റുമോ? പറ്റത്തില്ല. നുണയാ പാടുന്നേ. എവിടെന്നാ പാടുന്നേ? എവിടെ നിന്നാ പാടുന്നേ? ദൈവസന്നിധിയില്. സഭാപ്രസംഗി 5:1-7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ദൈവാലയത്തിലേക്ക് നീ പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കുക, മൂഢന്മാരെ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ദൈവം